ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് BJP. തർക്കങ്ങൾ ഒഴിവാക്കി വേഗത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാനാണ് നീക്കം. 2 ഉപമുഖ്യമന്ത്രിമാർ കൂടെ ഉണ്ടാകും എന്നാണ് സൂചന. വിരമിച്ച IAS ഉദ്യോഗസ്ഥ സുബ്രത ഗുപ്തയെ സുവേന്ദു അധികാരിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചു. ശോഭൻദേവ് ചതോപാധ്യായ ബംഗാളിൽ പ്രതിപക്ഷത്തെ നയിക്കും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, ഏതായാലും അധികാരമേറ്റതിന് പിന്നാലെ ചില ഭരണപരമായ മാറ്റങ്ങൾ IAS ഉദ്യോഗസ്ഥർ സുബ്രത ഗുപ്തയെ ഉപദേഷ്ടാവായി നിയമിച്ച അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടക്കം മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം കടക്കുകയാണ്. അത് തർക്കങ്ങൾ ഒഴിവാക്കി നടത്താനുള്ള നീക്കം. ഉറപ്പായും ഒരു ശോഭ കെട്ടുപോകുന്ന രൂപത്തിലേക്ക് തർക്കങ്ങൾ പോകരുത് എന്നുള്ളതാണ് ബംഗാൾ BJPക്ക് നേരത്തെ തന്നെ ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാർലമെന്ററി പാർട്ടി ലീഡറായി സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാൻ അമിത്ഷാ തന്നെയാണ് നേരിട്ടെത്തിയത്. 5 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇന്നലെ കഴിഞ്ഞിരുന്നു. വിപുലമായ ആഘോഷപരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായ നേതാക്കളെത്തിയാണ് ചടങ്ങ് നടന്നത്. 5 മന്ത്രിമാരെ തിരഞ്ഞെടുത്തു, സത്യപ്രതിജ്ഞ ചെയ്തു. അതിനു പുറമെ മന്ത്രിസഭയിൽ കൂടുതൽ അംഗങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൽ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം വൈകാതെ വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ IAS ഉദ്യോഗസ്ഥയാണ്, 1990 ബാച്ചിലെ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ ഉപദേഷ്ടാവായി സുവേന്ദു അധികാരിയുടെ ഓഫീസിലേക്ക് നിയമിച്ചിരിക്കുന്നത്. IAS ശാന്തനു ബാലയെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായും നിയമിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ആദ്യമായി, ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി വരുന്നു. അപ്പോൾ ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല എന്ന ഒരു ജാഗ്രത ബംഗാൾ BJPക്ക് പ്രത്യേകിച്ചുണ്ട്. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ തൃണമൂൽ കോൺഗ്രസും തെരഞ്ഞെടുത്തിരിക്കുന്നു. 10 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന MLA ശോഭൻദേവ് ചതോപാധ്യയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പാർട്ടി രൂപീകരിച്ചപ്പോൾ മുതലുള്ള ഏക MLAയും മമതയുടെ വിശ്വസ്തനുമാണ് ശോഭൻദേവ് എന്നുള്ളതാണ്. ഏതായാലും ബംഗാളിൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനത്തിലേക്ക് അടുക്കുകയാണ്. ഇനി മന്ത്രിസഭ കൂടുതൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ശേഷിക്കുന്ന ഏക ജോലി എന്നതാണ് പറയാൻ കഴിയുക. തീർച്ചയായിട്ടും സുവേന്ദു അധികാരി ടീമിലേക്ക് ആരൊക്കെ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. വിശദാംശങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്.